ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ ഓണത്തിൻ്റെതായിട്ടുള്ള തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരാഴ്ചത്തോളമായി നമ്മളുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, തിരക്കുകളൊക്കെ ഒഴിയട്ടെ. ഇനി മുതൽ അപ്പോൾ ഓണത്തിൻ്റെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ ഇടയിൽ നമുക്കൊരു പോസ്റ്റ് ചെയ്യാനൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഓണത്തിൻ്റെ ആ ഒരു വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യണതിൻ്റെ ടൈമിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഇനി ഓണം കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് വീഡിയോ ഞാൻ മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണ ഒരു മെത്തേഡ് ഞാൻ ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. കാരണം ഞാൻ ഇനി മുതൽ ചെയ്യാൻ പോണത് ചുരിദാർ സെറ്റുകളും കുർത്തീസുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു വീഡിയോസ് ചെയ്തില്ലെങ്കിൽ സ്റ്റാർട്ടിങ് ചെയ്യണവർക്ക്, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ആദ്യമായിട്ട് ചെറുതായി ചെയ്ത് തുടങ്ങണവർക്ക്, അങ്ങനെയൊക്കെ ചെയ്യണവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ മെഷർ ചെയ്ത മെഷർമെന്റ്, അതായത് ബോഡിയിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന വിധമല്ല, മെഷർ ചെയ്തെടുത്ത അളവിലോട്ട് നമ്മൾ ലൂസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യല്ലോ, ആ ഒരു ആഡ് ചെയ്യണ മെത്തേഡാണ് ഈ വീഡിയോയിൽ പറയണത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മെഷർമെൻറ്റിൽ ഞാൻ ആഡ് ചെയ്യണ ലൂസും കാര്യങ്ങളാണ് ഞാനിതിൽ പറയണത്. ഇത് തന്നെയാണ് എല്ലാ ബോഡി മെഷർമെൻറ്റ്സിലും ചെയ്യണേ എന്നൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾക്ക് വണ്ണം കൂടുന്നവരുടെ ബോഡി സൈസും അല്ലെങ്കിൽ അവരുടെ ഒരു നേച്ചറും വേറെയാണ്, വണ്ണം കുറഞ്ഞവരുടെയും വേറെയാണ്. അപ്പോൾ അതനുസരിച്ച്, അതായത് വണ്ണം കൂടുന്നവർക്ക് നമ്മൾ കുറച്ചും കൂടി ലൂസ് ആഡ് ചെയ്ത് കൊടുക്കണം, വണ്ണം കുറഞ്ഞവർക്ക് കുറച്ച് ലൂസ് കുറച്ച് കൊടുക്കണം. ഞാനിപ്പോൾ കൂടുതലും വർക്ക് ചെയ്യണ ഷോപ്പുകളിലൊക്കെ കട്ടിങ് മാഷ്മാരോട് ചോദിക്കുമ്പോൾ അവർ ഫോളോ ചെയ്യണ ഒരു മെത്തേഡാണ് ഞാനും ഫോളോ ചെയ്യണത്. കാരണം അവരോടാണ് ഞാൻ കൂടുതലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാറുള്ളത്. അപ്പം നമ്മൾ പഠിക്കണ ടൈമിൽ, അതായത് ഡിസൈനിങ് പഠിക്കണ ടൈമിൽ ഒരു മെത്തേഡ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും പല അക്കങ്ങളായിട്ട് നമ്മൾ ഹരിച്ച്, അതായത് ചെസ്റ്റിനെ 12 കൊണ്ട് ഹരിച്ച് ഇത്ര കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ബോഡി മെഷർമെന്റിലോട്ട് ആക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മളും കൂടുതലും ഈ പാറ്റേൺ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് ചെയ്യാറ്. പക്ഷെ അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയണില്ല. കാരണം ആ ഒരു രീതി ഫോളോ ചെയ്യണ ഒത്തിരി ആൾക്കാരുണ്ട്, അത് നമ്മുടെ ബോഡി മെഷർമെന്റിലോട്ട് കറക്റ്റായിട്ട് വരാറുണ്ട്. പക്ഷെ ഞാൻ അതിനുശേഷം വർക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷം നമ്മൾ മാഷുമാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാ മാഷുമാരും പറയണത് സിമിലർ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് തുടങ്ങിയ പിന്നെയാണ് എൻ്റെ കട്ടിങ്ങും അല്ലെങ്കിൽ എൻ്റെ സ്റ്റിച്ചിങ് ആവട്ടെ എന്താണെങ്കിലും കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാനിന്ന് ഷെയർ ചെയ്യണത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ണം കൂടിയവർക്ക് ഇതിനേക്കാളും ലൂസ് കൂട്ടിയിടേണ്ടി വരും, വണ്ണം കുറഞ്ഞവർക്ക് ഈ ലൂസ് കുറച്ചിടേണ്ടി വരും. അപ്പോൾ അത് നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ഒരു സെൻസ് അനുസരിച്ച് വേണം ആ ഒരു ബോഡി മെഷർമെന്റ്സിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്താനായിട്ട്. അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോ കാണാം കേട്ടോ. നമ്മൾ ഏതൊരു ഡ്രസ്സും മാർക്ക് ചെയ്യുമ്പോഴും ഫസ്റ്റിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആദ്യത്തെ മെഷർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു സീം എലവൻസുകളുണ്ട്. അതായത് നമ്മളുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത്, എൻ്റെ ഏതൊരു വീഡിയോ ശ്രദ്ധിച്ചാലും അറിയാം, ഫസ്റ്റ് തന്നെ ഞാൻ മാർക്ക് ചെയ്യണത് ഷോൾഡറിൻ്റെ പോർഷനിൽ ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് ഞാൻ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യാറ്. അപ്പോൾ ടോട്ടൽ നമ്മുടെ ഫുൾ ലെങ്ത്ത് ഏതൊരു ഡ്രസ്സാണെങ്കിലും യോക്കാണെങ്കിൽ കൂടി ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് മുകളിൽ ഒരു 1/2 ഇഞ്ചും അടിയിൽ നമ്മൾ മടക്കിയടിക്കാനുള്ള 1 ഇഞ്ച് അടക്കം നമ്മൾ ടോട്ടൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് ഞാൻ വരച്ച് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ മെഷർമെൻറ്റ്. നമ്മൾ ഒരു സൈഡിൽ എഴുതാണെങ്കിൽ ഇപ്പുറത്ത് നമ്മൾ അത് വരണത് എങ്ങനെയാണെന്നാണ് കാണിക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ ഫോൾഡ് ചെയ്തിട്ട പോർഷനാണ്, അതായത് രണ്ടായിട്ട് മടക്കിയിട്ടുള്ള മെഷർമെൻറ്റ്സുകളാണ് നമ്മളിതിൽ കാണിക്കണത്. അപ്പോൾ മുകളിൽ ഞാനൊരു 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ടുണ്ട്, താഴത്ത് ഞാനൊരു 1 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 40 ആണ് എൻ്റെ ഫുൾ ലെങ്ത് എങ്കിൽ 40യുടെ ഒപ്പം, അതായത് 40 ആണ് എൻ്റെ ഒരു ലെങ്ത് വരണമെങ്കിൽ 40ൻ്റെ ഒപ്പം ഒരു 1.5 ഇഞ്ച് കൂട്ടിയിട്ട് ടോട്ടൽ 41.5 ഇഞ്ചാണ് ഇപ്പോൾ എൻ്റെ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത് വന്നേണത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട മെഷർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ ആണ്. അതായത് നമ്മളുടെ എല്ലാവരുടെയും ബോഡി മെഷർമെൻറ്റിലെ എല്ലാവരുടെയും ഷോൾഡർ ഒരു സ്ലോപ്പുള്ള ഷോൾഡറാണ്. അപ്പോൾ നമ്മളുടെ ആക്ച്വൽ ഷോൾഡർ ഇപ്പോൾ 14 ആണെങ്കിൽ ആ 14ൻ്റെ ഹാഫ് അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നെക്കിൻ്റെ ലെങ്ത് അനുസരിച്ച് അത് വിരിഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു മിനിമം ഒരു നെക്ക് ലെങ്ത്ത് 5 ഇഞ്ചാണ്, ബാക്കും ഫ്രണ്ടും വരുന്നത് ഒരു 5 ഇഞ്ചാണെങ്കിൽ നമുക്ക് ഒരു 0.5 ഷോൾഡർ ഡിവൈഡഡ് ബൈ 2 മൈനസ് 0.5 കുറയ്ക്കുക. അതായത് ഇപ്പോൾ 14 ഷോൾഡർ എങ്കിൽ 14നെ 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 7 ഇഞ്ച് കിട്ടും. 7 ഇഞ്ചിൽ നിന്ന് 0.5 കുറച്ചിട്ട്
എന്നിട്ട് 6.5 നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തിയാൽ മതി. നോർമൽ നെക്ക് ലെങ്ത്ത്, അതായത് ഒരു 4.5-5 ഇഞ്ച് ഒക്കെ നെക്ക് ലെങ്ത്ത് ആണ് ബാക്കും ഫ്രണ്ടും ഒക്കെ വരണമെങ്കിൽ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്താൽ മതി. പക്ഷേ നമ്മളിപ്പോൾ നെക്ക് ലെങ്ത്ത് അതിനേക്കാളും കൂടുതൽ വരണുണ്ടെങ്കിൽ 0.5 എന്നുള്ളത് നമ്മൾ കുറയ്ക്കുമ്പോൾ 1 ഇഞ്ച് അങ്ങനെയൊക്കെ കുറയ്ക്കണം. അപ്പം നെക്കിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പിന്നീട് പറഞ്ഞു തരാം കേട്ടോ. ഇനി ഞാൻ മൂന്നാമതായിട്ട് മാർക്ക് ചെയ്തത് ഒരു മിഡാം ഹോൾ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ മുമ്പത്തെ വീഡിയോസ് എല്ലാം കണ്ടാൽ മനസ്സിലാവും. മിഡാം ഹോൾ ലെങ്ത്ത് ചെസ്റ്റിൻ്റെ ഒരളവ് അനുസരിച്ചാണ് ആ ലെങ്ത്ത് വരുന്നത്. അതിന് പ്രത്യേകിച്ച് നമ്മൾ വേറൊരു ഇക്വേഷൻസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ ആം ഹോളും ചെസ്റ്റ് അനുസരിച്ചാണ് നമുക്ക് മിഡാം ഹോൾ ലെങ്ത്ത് വരുന്നത്. ആം ഹോൾ ഞാൻ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എത്രയാണോ മെഷർ ചെയ്യണത് അത്രയും തന്നെയാണ് ഞാൻ ആം ഹോളും കൊടുക്കുന്നത്. 14 ഇഞ്ചാണ് ഇപ്പോൾ എൻ്റെ ആം ഹോളെങ്കിൽ ആ 14 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അതിൽ എക്സ്ട്രാ ലൂസൊന്നും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണില്ല. കാരണം ഫ്രണ്ടിൽ ആം ഹോൾ നമ്മൾ കുഴിച്ച് വെട്ടുമ്പോൾ ഓൾറെഡി അതിലൊരു ചെറിയൊരു ലൂസ് വന്നോളും. പിന്നീട് നമ്മൾ ചെസ്റ്റ് അളവാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ചെസ്റ്റിൻ്റെ കൂടെ 3 ഇഞ്ചാണ് ഞാൻ കൂട്ടിയിടുന്നത്. അതിനെ എന്നിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 33 എൻ്റെ ചെസ്റ്റ്. അതിൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസ് കൂട്ടുമ്പോൾ 36 ഇഞ്ച് കിട്ടും. ആ 36-നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഫ്രണ്ടും ബാക്കും ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്തിട്ട് 4 ഭാഗം വരുമല്ലോ, അതുകൊണ്ടാണ് ആ 4 കൊണ്ട് ഹരിക്കണത്. അപ്പം 36-നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 9 ഇഞ്ചാണ് എൻ്റെ ഒരു അളവ് വരുന്നത്. അപ്പോൾ ആ 9 ഇഞ്ച് എവിടെയാണ് വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യണത്. ആം ഹോളിൻ്റെ ആ ഒരു റൗണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു എൽ ഷേപ്പ് കിട്ടും. അവിടെ നിന്ന് ആ കോർണർ വെച്ച് 1.5 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു റൗണ്ട് നമ്മൾ വരച്ച് നോക്കാം. അതിനുശേഷം അത് മെഷർ ചെയ്യുമ്പോൾ ഇപ്പോൾ ആം ഹോൾ ഒരു 14 ഇഞ്ചാണെങ്കിൽ ആ 14 ഇഞ്ചിൻ്റെ ഹാഫ് 7 ഇഞ്ച് നമുക്ക് ആ ഒരു റൗണ്ടായിട്ട് കിട്ടണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആം ഹോളിൻ്റെ ആ ഒരു റൗണ്ട് 7 ഇഞ്ചും ആ ചെസ്റ്റിൻ്റെ ആ ഒരു 9 ഇഞ്ചും കൃത്യ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടയാളപ്പെടുത്തിയാണ് നമ്മുടെ മിഡാം ഹോൾ ലെങ്ത് ഉണ്ടല്ലോ. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ മിഡാം ഹോൾ ലെങ്ത് കണ്ടുപിടിക്കാൻ വേറെ ഇക്വേഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ലയെന്ന്. അപ്പോൾ ആ ഒരു ലെങ്ത് കൃത്യത്തിൽ തന്നെ വരും. അതിപ്പോൾ കുറവുണ്ടെങ്കിൽ നമ്മൾ കൂട്ടിയും കുറച്ചിട്ടും ആ ഒരു ലെങ്ത് മാർക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടണതാണ് പറയണത്. അത് ആ മിഡാം ഹോൾ ലെങ്ത്തിനെ ഹാഫായിട്ട് അതിനുശേഷം അത് 1/2 ഇഞ്ചും 3/4 ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് ഒന്ന് കുഴിച്ചു വെട്ടാം. ശേഷം നമ്മൾ വേസ്റ്റ് അളവാണ് നമ്മൾ കണ്ടുപിടിക്കണത്. അപ്പോൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് 13 ഇഞ്ചും അതിൻ്റെ റൗണ്ട് 28 ഇഞ്ചുമാണ്. അപ്പോൾ വേസ്റ്റ് അളവ്, സ്റ്റൊമക്ക് അളവ്, സ്ലിറ്റ് അളവ് ഇതിനെല്ലാം ലെങ്ത്തും കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ മുകളിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് 13 ഇഞ്ച് താഴ്ത്തോട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുക. അതിനുശേഷമാണ് വേസ്റ്റിൻ്റെ കൂടെ നമ്മൾ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വേസ്റ്റിൻ്റെ കൂടെയാണെങ്കിലും സ്റ്റൊമക്കിൻ്റെ കൂടെയാണെങ്കിലും എൻ്റെ ഒരു ബോഡി മെഷർമെൻ്റ് അനുസരിച്ച് 2 ഇഞ്ച് ലൂസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വേസ്റ്റിൻ്റെ അളവ് 28 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 30 ഇഞ്ച് കിട്ടും. ആ 30 ഇഞ്ചിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ആൻസർ 7.5 കിട്ടും. അപ്പോൾ എൻ്റെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് 13 ഇഞ്ചും അതിനെ ഫോൾഡ് ചെയ്തിട്ടിട്ട്, അതായത് ഞാനിത് ഫ്രണ്ട് ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ സെയിം മെഷർമെൻറ്റിൽ നമ്മൾ ബാക്കും കൂടിയും കട്ട് ചെയ്തെടുക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ആ ഒരു വേസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത് 7.5 ആണ്. ഇനി അടുത്ത മെഷർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൊമക്കാണ്. നമ്മളുടെ വയറിൻ്റെ ഭാഗത്താണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് താഴ്ത്തോട്ട് 16 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിൻ്റെ റൗണ്ട് വരുന്നത് 32 ഇഞ്ചും. അപ്പോൾ 32 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുമ്പോൾ 34 കിട്ടും. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഞാനിപ്പോൾ എഴുതിയതിലൊരു ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. 32 ഇഞ്ചിൻ്റെ കൂടെ 4 ഇഞ്ചാണ് ഞാൻ എഴുതിയണത്. പക്ഷേ അത് തെറ്റാണ്. 32 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ചാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 34 ഇഞ്ചാണ് കിട്ടുക. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8.5 കിട്ടും. അതായത് 16 ഇഞ്ച് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുക. അതിൻ്റെ റൗണ്ട് വരുന്നത് 8.5 ആണ്. അപ്പോൾ നമ്മളുടെ സ്റ്റൊമക്കിൻ്റെ ഒരളവും കൂടി നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ വയറുള്ളവർക്കാണെങ്കിൽ ഒരു 3 ഇഞ്ച്, അതായത് നമ്മുടെ ലൂസ് ആഡ് ചെയ്യണത് 3 ഇഞ്ച് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നോർമൽ വയറുള്ളവർക്ക് 2 ഇഞ്ച് ആയാലും മതി കേട്ടോ. ഇനി അടുത്തൊരു ലെങ്ത്താണ് സ്ലിറ്റ്. അതായത് നമ്മുടെ പൊളി എന്ന് പറയും, ചുരിദാറിൻ്റെ ഒരു പൊളി ഭാഗം വരണുണ്ടല്ലോ, ആ ഒരു ലെങ്ത്ത്, അതിൻ്റെ ലെങ്ത്തും നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു 19 ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതിൻ്റെ റൗണ്ട് വരുന്നത് 35 ഇഞ്ചും. അപ്പോൾ 35 ഇഞ്ചിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ചാണ് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
കാരണം ഈ സ്ലിറ്റിൻ്റെ അവിടെ ഇതെല്ലാം ബോഡി ടൈറ്റ് മെഷർമെൻറ്റിൽ വേണ്ടവർക്കാണ് കേട്ടോ. ലൂസ് ഫിറ്റ് അല്ല, ടൈറ്റ് ഫിറ്റിൽ വരേണ്ടവരുടെ ഒരു അളവാണ് നമ്മളിത് പറയണത്. അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് 1 ഇഞ്ച് ലൂസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 35ൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുമ്പോൾ 36 കിട്ടും. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ചാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ ഒരു റൗണ്ട് വരുന്നത്. അപ്പോൾ ചെസ്റ്റ് അളവും 9 ഇഞ്ചാണ് എൻ്റെ വന്നത്. സ്ലിറ്റിൻ്റെ അളവും ഒരു 9 ഇഞ്ച് തന്നെയാണ് കേട്ടോ. ഇനി ഒരു അവസാന മെഷർമെൻറ്റ് വരുന്നത് ഫ്ലെയർ ആണ്, അതായത് ചുരിദാറിൻ്റെ വിരിവ് എന്ന് പറയും. അപ്പോൾ അത് നമ്മളുടെ ഫുൾ ലെങ്ത്തിൻ്റെ ഏറ്റവും അടിഭാഗത്ത് വരണ ഒരു മെഷർമെൻ്റ് ആണ്. അതെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ മെഷർമെൻറ്റ് ചെയ്യണ ടൈമിൽ അവരിട്ടിട്ട് വരണ ചുരിദാറിൻ്റെ ഫ്ലെയർ അളക്കണമെങ്കിൽ അളക്കാം. അതിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു മെഷർമെൻറ്റും കാര്യങ്ങളും ഒന്നും വരണില്ല. പക്ഷേ അങ്ങനെ ഫ്ലെയർ നിങ്ങൾ എടുക്കണില്ലെങ്കിൽ ഈ സ്ലിറ്റിൻ്റെ അളവുണ്ടല്ലോ 9 ഇഞ്ച്, അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3 ഇഞ്ച് നന്നായി വിരിവ് വേണം, കവർ ചെയ്ത് നിൽക്കണം എന്നുള്ളവർക്കൊക്കെ 3 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഇല്ലെങ്കിൽ ഒരു 2 ഇഞ്ച് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനൊരു 2 ഇഞ്ചാണ് ആഡ് ചെയ്ത് കൊടുത്തേനെ. അപ്പോൾ 11 ഇഞ്ച്. അപ്പോൾ ഇനിയിപ്പോൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷൻ നിവർത്തുമ്പോൾ അത് ടോട്ടലി 22 ഇഞ്ചാവും കേട്ടോ. ശേഷം നമ്മൾ നമ്മുടെ സീം അലവൻസ് എക്സ്ട്രാ തയ്യൽ തുമ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. സ്ലിറ്റ് വരെ നിങ്ങളൊരു 2 ഇഞ്ച് ആഡ് ചെയ്യണം. സ്ലിറ്റിൻ്റെ അടിയിലോട്ട് നമ്മളൊരു 1 ഇഞ്ച് ആഡ് ചെയ്താൽ മതി. ശേഷം നമ്മുടെ നെക്കിൻ്റെ മെഷർമെൻ്റ് ആണ് മാർക്ക് ചെയ്യണത്. അപ്പോൾ ഈ നെക്കിൻ്റെ മെഷർമെൻറ്റിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യാം. സാധാരണ ഞാൻ എൻ്റെ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ ഞാൻ നെക്കിൻ്റെ ഒരു വൈഡും ലെങ്ത്തൊക്കെ എടുക്കണതിൻ്റെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ. ഇതോടൊപ്പം തന്നെ ഞാൻ സ്ലീവ് കട്ട് ചെയ്യണതും കൂടി പറയണുണ്ട്. നോർമൽ സ്ലീവ് ഞാൻ നോർമലി എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്. എന്നാലും ഇതുപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മുടെ ആം ഹോളിൻ്റെ ഹാഫ് 7 ഇഞ്ച് 14 ഇഞ്ചാണ് എൻ്റെ ആം ഹോള്. ആ ഒരു 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു 10 ഇഞ്ച്. അതിനുശേഷം 7 ഇഞ്ചിൽ നിന്ന് 3 ഇഞ്ചാണ് ഞാൻ താഴത്തോട്ട് മാർക്ക് ചെയ്തിട്ട് അതൊരു ലൈനായിട്ട് ചെരിച്ച് വരച്ചിട്ടുണ്ട്. ശേഷം ഈ ചെരിച്ച് വരച്ചേണ ആ വരയെ നമ്മൾ 2ആക്കി ഭാഗിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഭാഗത്തിൽ ഒരു 1/2 ഇഞ്ച് മുകളിലോട്ടും രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ ഒരു 3/4 ഇഞ്ച് താഴ്ത്തോട്ടും ഇതുപോലെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് ആ ഒരു ലൈൻസ് കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം നമ്മളുടെ ലെങ്ത് എത്രയാണോ 10 ഇഞ്ചാണെങ്കിൽ ആ 10 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റൗണ്ട് വരുന്നത് 11 ഇഞ്ചാണ്. അതിൻ്റെ ഹാഫ് അതായത് 5.5 ഇഞ്ച്, ആ ഒരു 5.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ബൈസെപ്സിൻ്റെ അളവ്, അതായത് നമ്മുടെ ഹാഫ് സ്ലീവിൻ്റെ അളവുണ്ടല്ലോ, അത് 5 ഇഞ്ച് ലെങ്ത്തിൽ 12 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഒരു 6 ഇഞ്ച്, ആ 12 ഇഞ്ചിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 6 ഇഞ്ച് വരും. ആ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇത് ഈ ആം ഹോളിൻ്റെ ആ ഒരു കർവായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അതുകൂടാതെ സീം അലവൻസ് വിടാൻ മറക്കരുത്. സൈഡിലും അതുപോലെ തന്നെ അടിഭാഗം മടക്കിയടിക്കാനുള്ള സീം അലവൻസ് വിടാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ്, മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്. അപ്പോൾ ഒരു കാര്യം ചിന്തിച്ചാൽ മാത്രം മതി. ഇപ്പം എൻ്റെ സൈസുള്ള ഒരു മീഡിയം സൈസൊക്കെ ഉള്ളൊരു ആൾക്കാരാണെങ്കിൽ ചെസ്റ്റിൻ്റെ കൂടെ 3 ഇഞ്ച്, സ്റ്റൊമക്കിൻ്റെ കൂടെ 2 ഇഞ്ച്, അതായത് വേസ്റ്റിൻ്റെ കൂടെ 2 ഇഞ്ച്, സ്ലിറ്റിൻ്റെ കൂടെ 1 ഇഞ്ച്, അതായത് ആ ഒരു അനുപാതം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. 3, 2, 1, മുകളിൽ നിന്ന് താഴ്ത്തോട്ട് 3, 2, 1. ഇപ്പോൾ വണ്ണം കൂടുതലുള്ളവരാണെങ്കിൽ അത് പ്രപ്പോർഷൻ മാറും. 4, 3, 2. ഇപ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ 1.5 ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി വണ്ണം കുറഞ്ഞവരാണെങ്കിൽ അതനുസരിച്ച് ഇപ്പോൾ ഒരു 2.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച്, 1 ഇഞ്ച് ആ ഒരു രീതിയിൽ നമുക്ക് കുറച്ച് വരാൻ പറ്റും. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ ഒന്ന് കുറച്ച് പോയാൽ മതി. കുട്ടികളുടെ കാര്യത്തിൽ ഈ ഒരു പ്രപ്പോർഷൻ വരില്ല കേട്ടോ. കൂടുതലും ആ ഒരു സെയിം ലൂസ് തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ വണ്ണം കൂടുതലുള്ളവരാണെങ്കിൽ അത്യാവശ്യം ലൂസ് ഫിറ്റ് ആണ് വേണ്ടതെങ്കിൽ നമ്മളൊരു 5 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യണോണ്ട് കുഴപ്പമില്ല. ലൂസ് ഫിറ്റ് നല്ല ലൂസിൽ മാത്രമേ ഇടൂ എന്നുള്ളവരാണെങ്കിൽ ചെസ്റ്റിൻ്റെ കൂടെ നമ്മളൊരു 5 ഇഞ്ച് ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ വയറുള്ളവരാണെങ്കിലും അതനുസരിച്ച് ലൂസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ ഈ ഒരു പ്രപ്പോർഷൻ അനുസരിച്ച് വയറുള്ളവർക്കൊക്കെ ഒരു 2 ഇഞ്ചൊക്കെ വയറിൻ്റെ അവിടെ ലൂസ് ഇട്ട് കൊടുത്താൽ നല്ല ടൈറ്റിലേ നിൽക്കുള്ളൂ. അപ്പം മെഷർമെൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഡിസൈനിങ് പഠിക്കുന്ന കുട്ടികളൊക്കെയാണ്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ടൈമൊക്കെ ആണെങ്കിൽ എപ്പോഴും മെഷർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ അവരുടെ ഒരു സ്റ്റൊമക്കിൻ്റെ നേച്ചറൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അതിൽ ലൂസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളൊന്ന് ഈ ഒരു മെത്തേഡ്, നിങ്ങളിപ്പോൾ വേറെ മെത്തേഡാണ് ഫോളോ ചെയ്യണമെങ്കിലും ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.